എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ 6:45 കുർബാന. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇതേ കുർബാനക്ക് 6:30 പറഞ്ഞിട്ട് 6:15 ഇവിടെ നിന്ന് പോയി അരമണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലായത് 6:30-ക്കല്ല 6:45 കുർബാന എന്നുള്ളത്. കാരണം ആ ഒരു കുർബാനയ്ക്ക് ഇവിടെ നിന്ന് അങ്ങനെ പോകാറില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈം മനസ്സിലാകാതിരുന്നത്. അപ്പോൾ 6:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ല എന്നുള്ള ഒരിതിൽ പപ്പ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോകാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് വൃത്തിയായിട്ട് കിടക്കുമല്ലോ, പള്ളിയിൽ പോയി വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യാമല്ല എന്നൊക്കെ വെച്ച് പപ്പ മുറ്റമൊക്കെ കഴുകിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പപ്പക്ക് കുടിക്കാനായിട്ട് ഒരിത്തിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ച്. കാരണം ഇത്തിരി തൊണ്ടയും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പോകാമല്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ വേറൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വേഗം ഒരുങ്ങിയിട്ട് പോകണേനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ഒന്നും ഇടാത്ത ദിവസം ഇതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ വീഡിയോ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം ഞാൻ ഫോണൊന്നും കൊണ്ടാകാതെയാണ് പോയത്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുത്ത് അതങ്ങനെ മാറ്റി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ 6:30 ആകാറായിട്ടുണ്ട്, 6:23. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങണേണ്. അപ്പോൾ റയൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കിങ്ങനെ രണ്ടാൾക്കും കൂടി പോകാൻ പറ്റണത്. അപ്പോൾ റയൻ്റെ അടുത്ത് റൂബിനെ അങ്ങോട്ട് ആക്കിയിട്ട് പോകണേണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനും പപ്പയും ഒറ്റയായിട്ട് ഓരോ കുർബാനക്കായിട്ട് ഇങ്ങനെ പോകണം. അപ്പം ഞാൻ നടന്ന് പോകേണ്ടി വരും. പണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിരുന്ന് അതെല്ലാവർക്കും തന്നെ ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ അറിയാം. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒന്നില്ലെങ്കിൽ ഓട്ടോ പിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകണം. അതാണ് എൻ്റെ അവസ്ഥ. കാരണം ഇവിടെ ജാക്സനെ ഞാൻ ഡ്രൈവ് ചെയ്യണമെന്ന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഒട്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് ജാക്സൺ ഡ്രൈവിങ്ങിൽ. എങ്കിൽ പോലും ഞാൻ ജാക്സൺ ഇല്ലാത്ത സമയത്ത് ഡ്രൈവ് ചെയ്യും. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുക, നമ്മൾക്ക് പോകേണ്ട സ്ഥലത്ത് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ജാക്സൺ നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റാതെയായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓരോരുത്തർ ലൈസൻസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്കും ഓടിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു അവസരങ്ങൾക്കും വേണ്ടി ഞാൻ മാറിക്കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഡ്രൈവിങ്ങിലേക്ക് പിന്നെ തിരിച്ചു പോയില്ലെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ നേരത്തെ നമ്മുടെ റോജർ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അവന് ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്നത്. ആ സമയത്തും ഞാനത് പതിയെ എടുത്ത് ഓടിച്ച് അതൊന്ന് തെന്നി താഴെ വീണതോട് കൂടിയിട്ട് അത് നിർത്തി. അതും ജാക്സൺ ഇല്ലാത്ത സമയത്താണ് കേട്ടോ. ജാക്സൺ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പോൾ അതൊരിക്കലും 2 വീലർ ഓടിക്കാൻ ഒട്ടും സമ്മതിക്കില്ല. എങ്കിലും ആളില്ലാത്ത നേരം നോക്കി ഞാനൊന്ന് ഓടിച്ച് നോക്കി അതിന്ന് വീണ് അതോടുകൂടി അത് നിർത്തി. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ 2 വീലറെങ്കിലും എടുക്കാമായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ ഇവരുടെ ആരുടെയും 2 വീലറിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യൂല. എനിക്ക് ഭയങ്കര പേടിയാണ്. കുട്ടികളുടെ ആയാലും പപ്പയുടെ ആയാലും 2 വീലറിൻ്റെ പുറകിൽ ഒരിക്കലും ഞാൻ യാത്ര ചെയ്യൂല. എൻ്റെ ബ്രദറിൻ്റെ 2 വീലർ അങ്ങനെ പണ്ട് കല്യാണത്തിന് മുൻപ് എൻ്റെ ബ്രദറിൻ്റെ ഒപ്പം ഞാൻ പോകാറുണ്ട്. കല്യാണത്തിന് ശേഷമൊക്കെ പോയിട്ടുണ്ട്. അതെനിക്ക് എന്തോ ധൈര്യമാണ്. കാരണം ചെറുപ്പം മുതൽ തന്നെ ആ ഒരു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം ബ്രദറിൻ്റെ കൂടെ ഞാൻ കംഫർട്ടബിളാണ്. പക്ഷേ ഇവിടെ പപ്പയുടെ കൂടെയാ മക്കളുടെ കൂടെയാ ഞാനങ്ങനെ പോകാറില്ല. എനിക്ക് അത്ര വിശ്വാസം പോരാ അവരുടെ ഡ്രൈവിങ്ങിൽ. അപ്പോൾ ഈ എളുപ്പത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ പുറകിലിരുന്ന് വേഗം പോയിട്ട് കാര്യങ്ങൾ നടത്തി പോരാ. ഈ കാറിൽ പോകുമ്പോഴത്തേക്കും പാർക്കിങ് ബുദ്ധിമുട്ടാണ്. അതിന് കുറേ ടൈം എടുക്കും. ചിലപ്പോൾ പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ദൂരെ ഇട്ടിട്ട് നടന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പപ്പ ഒറ്റയ്ക്ക് തന്നെ ബൈക്കും കൊണ്ട് പോകേണ്ട സ്ഥലത്ത് പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് വൈഫിനെ കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ വൈഫ് ഇങ്ങനെ ബൈക്കിൽ കയറില്ല, പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിരിക്കുള്ളൂ പിന്നെ പറയേണ്ടി വരുന്നത്. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിൽ പപ്പ ഒറ്റയ്ക്ക് തന്നെ പോകുന്ന കാര്യം അതാണ്. ഈ എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാർ എടുക്കണം, പിന്നെ അതിനെ പാർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. ബൈക്കിനാണെങ്കിൽ വേഗം പോയിട്ട് വേഗം തിരിച്ചു പോരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലും പപ്പ ഒറ്റയ്ക്ക് തന്നെയാണ് സാധാരണ പോണത്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതായാലും എൻ്റെ ജോലികൾ കാലത്ത് ഒരുവിധം കഴിഞ്ഞ് അധികം പണിയില്ലാത്ത ദിവസമാണ്. ഇത്തിരി പുട്ടുണ്ടാക്കി, പഴം അധികം പഴുക്കാത്തതായതുകൊണ്ടൊന്ന് പുഴുങ്ങിയെടുത്ത. അപ്പോൾ റയനാണെങ്കിൽ പുഴുങ്ങിയ പഴം വെറുതെ കഴിക്കണം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് റയനും അത് പറ്റുമല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ പഴം പുഴുങ്ങിയതും കൂട്ടിയാണ് ഞങ്ങൾ രണ്ടാളും പുട്ട് കഴിച്ചത്. പിന്നെ ഇത്തിരി മീനുള്ളത് ഒരു 2 പാക്കറ്റ് മീനുണ്ട്. അതിൽ ഒരെണ്ണം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വരഞ്ഞ് മസാല പുരട്ടി വെച്ച്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ തലേന്നത്തെ അവിയലും സാമ്പാർ പപ്പടം ഉണ്ട്. അതുകൊണ്ട് അതങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മീൻ വർക്കിൽ മാത്രമാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ തുടക്കാനുള്ളത് തുടക്കാതെ നിവൃത്തിയില്ല. രാവിലെയും വൈകിട്ടും തുടക്കണം, ഭയങ്കര പൊടിയാണല്ലോ. അപ്പോൾ അങ്ങനെ തുടക്കലും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് ഒരു പണിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയും കൊണ്ട് ഞാൻ വരും. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം അടിച്ചത് ഫ്രിഡ്ജിരിക്കണ സ്ഥിതിക്ക് ഒരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കളയാമെന്ന് വെച്ച്. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. കാരണം 2 മുട്ടയുടെ ഞാനകത്തേക്ക്
വന്നേക്കണത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ മിക്സറിൻ്റെ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 4 മുട്ടയിട്ടിട്ടാണല്ലോ ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് തന്നെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടയിട്ട് ബീറ്റ് ചെയ്താൽ ആകുമോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുമായിരിക്കും എന്ന്, ഇത് ഡൊമസ്റ്റിക് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ, പറ്റുമായിരിക്കും. പക്ഷേ 2 മുട്ടയിട്ടിട്ട് നടന്നില്ല കേട്ടോ കാര്യം. ഇനി കൂടുതൽ സ്പീഡിലിട്ടാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. ഞാൻ ഒറ്റ സ്പീഡിലായിട്ടത്, ഒരു സ്പീഡിലായിട്ടത്. കൂടുതൽ സ്പീഡിലിടുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ആകുമായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് സ്പീഡ് കൂട്ടി നോക്കാമെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു സ്പീഡിലിട്ടിട്ട് അത് പതിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് പിന്നെ ഓയിൽ, വാനില എസൻസ്, പാല് ഇതെല്ലാം കൂടി ചേർത്തപ്പോഴത്തേക്കും പിന്നെ അതങ്ങനെ അങ്ങോട്ട് പതിഞ്ഞ് വന്നില്ല. പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ സ്പീഡ് കൂട്ടിയിട്ടെങ്കിൽ ചിലപ്പോൾ അത് 2 മുട്ട പതഞ്ഞ് കിട്ടിയാനെന്നുള്ളത് കേട്ടോ. ഇനി ഒരു തവണയും കൂടിയിട്ട് ഞാനതൊന്ന് ട്രൈ ചെയ്യാം. ഏതായാലും ഇത്തവണ ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഓർത്തത് സ്പീഡ് കൂട്ടി നോക്കിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ 3 മുട്ടേനെ എടുത്തത് കേട്ടോ. പിന്നെ ഇത്തിരി മൈദ, അതായത് ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് ഇത് കൊക്കോ പൗഡറും 2 നുള്ളു ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 2 നുള്ളു ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ആ ബീറ്റർ വെച്ചിട്ട് തന്നെ മാവ് ഇതിനകത്ത് വെച്ച് തന്നെ നമ്മൾ എടുക്കുകയും ചെയ്തത്, ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയത്. പക്ഷേ അതിൽ നല്ലത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ നല്ല അടിച്ച് പതപ്പിച്ചെടുക്കാം. അതിന് ശേഷം പൊടികൾ ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൈ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം. അല്ലെന്നുണ്ടെങ്കിൽ ആ മുട്ട ഇങ്ങനെ പതഞ്ഞ് നല്ല ബബിൾസായിട്ട് നിറഞ്ഞ് നിൽക്കുന്നതൊക്കെ കുറച്ച് പോകും. നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ അത് പോകാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത്തവണത്തെ കേക്ക് ഭയങ്കര ഫ്ലോപ്പാണ്. എങ്കിൽ തന്നെയും നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം അടിച്ച് അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് ഉപയോഗിക്കാമല്ലാന്ന് വിചാരിച്ചുണ്ടാക്കിയൊരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇത് തട്ടിക്കൊടുത്തില്ലായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോഴേക്കും കുറേ ഹോൾസായിപ്പോയി കേക്കിൻ്റെ അകത്ത്. പിന്നെ നടുവശമൊക്കെ കുഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ഇത്തിരി ഫ്ലോപ്പായിട്ടാണ് വന്നത്. എങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ മിക്സിംഗ് എല്ലാം കറക്റ്റാണല്ലോ. ഇനി അടുത്തത് ഞാൻ ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ പൊടിയുടെ കണക്ക് ഇത്തിരി കുറച്ച് 2 കപ്പ് മാത്രം എടുത്തേക്കണത് കേട്ടോ. 2 കപ്പിൽ 1 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഒരു പാലിൽ കലക്കി നേരെ ചൂടിൽ കേട്ടോ. എന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇത്തിരി ഓയിലും കൂടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബണ്ണുണ്ടാക്കുന്നത്. അപ്പോൾ ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടി ഇന്നത്തെ ബണ്ണിനകത്ത് ചേർക്കണം. മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാനൊരു മുട്ടയും കൂടി ബീറ്റ് ചെയ്ത് ചേർത്ത് എന്നിട്ട് 2 കപ്പ് പൊടിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ബണ്ണിനൊക്കെ ഇതിൽ ലൂസായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ ബണ്ണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ കൈ കൊണ്ട് കുഴക്കാൻ വേണ്ടല്ല. എങ്കിലും ഞാനിതൊന്ന് ഇട്ടിട്ട് പതിയൊന്ന് അടിവശമൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ടിട്ടാണ് കേട്ടോ വെച്ചത്. അതങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോഴും മിക്സിക്ക് അധികം പണി കൊടുക്കാതെ ഒന്ന് ചതച്ച അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞൊക്കെ ഇടുമ്പോൾ മിക്സിക്ക് അത്രയും ഭാരം ഒഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ 2 കപ്പ് പൊടി ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. 3 കപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കുഴച്ചെടുക്കാൻ സാധിക്കും. 3 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് നല്ല ബോൾ പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനൊന്നുകൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ 3 കപ്പ് പൊടി ഇട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് മാവ് ആയി കിട്ടി. ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മാവ് ഇതിനോട് ചേരാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് കുറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 കപ്പ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേക്ക് ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കേക്കിൻ്റെ ബാറ്ററൊക്കെ ആണെങ്കിൽ വേഗം ആക്കിയെടുക്കാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമല്ല. ചിലവർ കുറച്ച് എനിക്ക് കമൻസിലൊക്കെ ഇത് വാട്സാപ്പിൽ വരെ മെസ്സേജ് വന്നു വെച്ചാൽ എനിക്കത് മേടിക്കണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത്തിരിയും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം പണി കഴിയും കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ലൂസ് ബാറ്ററായിട്ടാണ് വന്നേക്കുന്നത്, എങ്കിലും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബണ്ണ് നമ്മൾ സാധാരണ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് ആ മാവ് കുറേയധികം നേരം നമ്മൾ കുഴച്ചാലാണ് ഇങ്ങനെ ആയി കിട്ടണത്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെയും നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എടുത്തിട്ട് ഇനി കുഴക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി ഓയിലും തടകിയിട്ട് ഞാൻ
അത് പൊങ്ങാനായിട്ട് വെച്ചിട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം വറുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കേക്കാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാണ്. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്ലൈസാക്കി 2 ഭാഗമായിട്ട് എടുത്തിട്ട് പിന്നെ അതിനെ പേസ്റ്റിയുടെ രൂപത്തിലാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്ക്വയറിൻ്റെ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഓവനിലേക്ക് കയറുള്ളൂ, എൻ്റെ സ്റ്റൗ ടോപ്പിൽ വെക്കാൻ പറ്റൂലല്ലോ. അത് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മറ്റേ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളില്ല, ബേക്കിംഗ് ട്രേ ഇല്ല സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ആ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഓവനിലേക്ക് വെച്ചത് കേട്ടോ. അപ്പോൾ പേസ്ട്രി നമ്മൾ നേരത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടൊക്കെ ഞാൻ പേസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കേക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ കേക്കിനോട് വലിയ സ്നേഹമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ബട്ടർ പേപ്പർ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ട്. അത് ബട്ടർ പേപ്പർ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി നനവോട് കൂടി അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് പോരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാച്ച്മെൻറ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ വേഗം ഒറ്റ ഇതായിട്ട് പോരും കേട്ടോ. അത് പാച്ച്മെൻറ്റ് പേപ്പർ കട്ടിയുള്ളതാണ്, അത് പൊളിഞ്ഞ് പെട്ടെന്ന് പോരും. അപ്പോൾ ബട്ടർ പേപ്പർ നൈസാണ്, അത് ഇങ്ങനെ പൊളിച്ചെടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ മാറ്റി കേക്കിനെ അവിടെ തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ, ഞങ്ങൾ 3 ആളും ചോറുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓവൻ ഇട്ടത്. നമ്മുടെ ബണ്ണ് വെക്കണമല്ലോ അതിന്. അപ്പോൾ ആദ്യം ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ ബണ്ണിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ വീണ്ടും പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ബണ്ണുണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ബണ്ണിൻ്റെ ഇത് കഴിയുമ്പോൾ തന്നെ അതേ ചൂടിലേക്ക് കേക്ക് അങ്ങടാക്കി കയറ്റിയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി. ഇതിപ്പോൾ ബണ്ണ് പൊങ്ങി വരാനൊക്കെ ആയിട്ടൊക്കെ ടൈം എടുത്ത്. അങ്ങനെ ബണ്ണ് നന്നായിട്ട് അതിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ ഒരിത്തിരി മൈദ ഇതിനകത്തേക്ക് കുടഞ്ഞിട്ട് ഞാൻ അതിനെ ഒന്ന് ആ എയറൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ബോൾസ് ഇങ്ങനെ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് എടുക്കുകയും ചെയ്യണം. അതും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി മീതെ ലെയർ പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ അത് സോഫ്റ്റായിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ബണ്ണിൻ്റെ ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഫിനിഷിങ്ങും ആയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബണ്ണിൻ്റെ ഷേപ്പാക്കി നല്ല ഒരു ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത്. നേരത്തെയൊക്കെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ബർഗർ ബണ്ണൊക്കെ വലുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്ന ആ ഒരു നീളത്തിലുള്ള ബണ്ണ് അതെല്ലാം പല വീഡിയോകളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഹോട്ട് ഡോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബണ്ണ് ഉണ്ടാക്കിയിട്ട് ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബണ്ണിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് നല്ല വേറെ ഒരു ഷേപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഉള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എനിക്ക് മടിയാകും ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ മാവ് കുഴക്കാൻ വളരെ ഈസിയാണല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ വീണ്ടും ബേക്കിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മാവ് കുഴക്കണ്ടല്ലോ, അത് ചെയ്തോളും, മിക്സർ ചെയ്തോളും. അങ്ങനെ അത് എല്ലാം കുഴച്ചെടുത്തിട്ട് ഇത്തിരി എഗ്ഗ് വൈറ്റ് കൂടിയിട്ട് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കണേണ്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരിത്തിരി വെളുത്തെള്ളു കൂടി എൻ്റെ മീതയിലിടുന്നതാണ് എനിക്കിഷ്ടം. ബർഗർ ബണ്ണിലാണ് വെളുത്തെള്ളു ഇടണം, സാധാരണ ബണ്ണിൽ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. എങ്കിലും എനിക്ക് എള്ള് കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ കൊണ്ടുപോയി ഇടണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ മീതയിലൊക്കെ ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് നീക്കി ഒന്ന് മൂടി വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ കോലം നോക്കി ഉള്ളിൽ നിറയെ ബബിൾസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുമില്ല, എല്ലാം ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരിത്തിരി പഞ്ചസാര പാനി തണുപ്പിച്ചത് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മീതയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സാധനം ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെനക്കേട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കേക്കിനോട് എനിക്ക് ഒട്ടും സ്നേഹമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടേൺ ടേബിളും എടുത്തില്ല, മറ്റുള്ള ടൂൾസുകൾ അതൊന്നും തന്നെ എടുത്തില്ല. ചുമ്മാ ചോറ് ഇടുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് ചെയ്ത്. കാരണം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ചെയ്യേണ്ട രീതിക്കൊക്കെ ചെയ്യാം. അങ്ങനെ അത് ആക്കി വെച്ച സമയത്ത് തന്നെ അവിടെ നമ്മുടെ പ്രീ ഹീറ്റായ ആ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ ബണ്ണ് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 12 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ട് നോക്കിയിട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം കൂടി ഇടാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇനി ബണ്ണ് അതിനകത്തേക്ക് വെക്കാൻ പോണ്. ഇനി നമ്മുടെ കേക്ക് എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കുകയും ചെയ്യണം. എന്നിട്ട് പിന്നെ കട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ലെയർ അങ്ങനെ തെറ്റിപ്പോവും. അപ്പോൾ എപ്പോഴും സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചെറിയ പൊക്കം കുറഞ്ഞ റാക്ക്, 2 റാക്കാണ് നമുക്ക് ഇതിനെ കൂടി തരുന്നത്. അപ്പോൾ ഒരു പൊക്കമുള്ള റാക്കുണ്ട്, പൊക്കം കുറഞ്ഞ റാക്കുണ്ട്. അപ്പോൾ പൊക്കം കുറഞ്ഞ റാക്ക് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ മുട്ടും. അതുകൊണ്ട് പൊക്കം കുറഞ്ഞ റാക്കിൽ വെച്ച്
ഒരു 15 മിനിറ്റ് ഇട്ടെങ്കിലും ഒരു 10 മിനിറ്റ് 11 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കി, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എടുക്കണേന് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബണ്ണിങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മുകളിലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബട്ടറൊന്ന് പുരട്ടി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിലാണ്, എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓയിൽ ഇത്തിരി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ടർക്കി വെച്ചിട്ട് കട്ടിയുള്ള തുണി വെച്ചിട്ട് മൂടിയിടുക, പാത്രം വെച്ച് മൂടരുത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുതിയ ഇത് നമ്മുടെ കിച്ചൺ ക്ലോത്തില്ലേ ഉപയോഗിക്കാത്തത്, ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആവി അതിനകത്ത് നിന്നിട്ടേ അതിങ്ങനെ കുതിർന്ന പോലെയാകും. എന്നാൽ അതിൻ്റെ ഇതിൽ കാറ്റും കൊള്ളരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുണി വെച്ച് മൂടാൻ പറഞ്ഞത്. പാത്രം വെച്ച് മൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവി വെള്ളം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് തുണി വെച്ച് മൂടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനവിടെ മൂടി തണുക്കണ വരെയും വെക്കുക. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചും കൂടിയൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടി ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മുടെ ഒരുവിധം അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മാറ്റാനുള്ളതൊക്കെ മാറ്റി കുറേയൊക്കെ കൊണ്ടുപോകാനുള്ള ഗാർബേജുകാരൻ കുറച്ചായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഈ ജനൽക്കൂടി നോക്കിയാലേ നമ്മളുടെ ഗേറ്റ് വരെ കാണാം കേട്ടോ. അപ്പം നമ്മളിവിടെ പുറകിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. പക്ഷേ ഫ്രണ്ട് ഡോർ പൂട്ടിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്ന് നടക്കണോണ്ട് നമുക്ക് കാണാൻ പറ്റും ആരെങ്കിലും വന്നാൽ എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ മീതയിൽ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചിട്ട് പൈപ്പിംഗ് ബാഗും എടുത്ത് ഒക്കെ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബാക്കിയുണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ, അത് ഇത്തിരി ലൂസായി പോയിട്ടുണ്ടായിരുന്നു പുറത്തിരുന്നിട്ടേ. ഞാനത് ശ്രദ്ധിച്ചില്ല, അത് അകത്ത് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒരു കുഞ്ഞൊരിത് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ സംഭവം ലൂസായതുകൊണ്ട് തന്നെ ഡിസൈനൊന്നും വന്നില്ല, ചുമ്മാ ഒരു സാധനം വന്ന്. പിന്നെ പേസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും കേക്ക് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഉള്ള ഒരു കേക്കെന്ന് പറയാം, അത്രയേ ഉള്ളൂ. മറ്റേ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും, ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഇത്തിരി ചോക്ലേറ്റും ഒക്കെ അതിൻ്റെ മീതയിലിട്ട് പപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. പപ്പയെ കഴിച്ചോളൂ, ഞാനും കഴിക്കും, എങ്കിലും പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. റയൻ പിന്നെ കഴിക്കൂല. റയൻ ബണ്ണ് കഴിച്ചിട്ട്, റയന് ബണ്ണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ബണ്ണ് കഴിച്ച്. പണ്ട് മുതലേ തന്നെ എനിക്ക് ബേക്കിംഗ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ഈ ക്രിസ്മസ് ടൈമിലൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ കൂടുതലും അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, മണി പലഹാരങ്ങൾ, ഡയമണ്ട് കട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ചിപ്സ്, ഇതൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവരും അല്ലേ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ അത് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പലഹാരങ്ങൾ എടുക്കാറില്ല. എനിക്കത് ഒട്ടും പറ്റാത്ത പണിയാണ്, തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്ത സമയത്ത് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് എണ്ണ വീണിട്ട്, അതോടെ ഞാനത് നിർത്തി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇവിടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും റയനും റിച്ചാർഡും ഒക്കെ ആരും കഴിക്കില്ല. കഴിക്കണത് ആകെ പപ്പയും റോജറും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ക്രിസ്മസിന് ഇന്ന് വരെയും ഞാൻ അങ്ങനെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചപ്പം, കുഴലപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ബേക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കുക, വെട്ട് കേക്കൊക്കെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പണ്ടത്തെ വെട്ട് കേക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ മഫിൻസ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണ. ബിസ്ക്കറ്റ്സ്, നാൻകിട്ടായിയൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കൂലേ, അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മിക്സർ കിട്ടിയതുകൊണ്ടാണ് വീണ്ടും ഞാനിങ്ങനെ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോന്നൊക്കെ സമയം കിട്ടുന്നതനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. പിന്നെ ചായ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ബണ്ണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഞാനും കഴിച്ച്. പിന്നെ നമ്മുടെ പെയിൻറ്റിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ പെയിൻറ്റിങ് തുടങ്ങും. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്ടർ ഉണ്ടല്ലോ, കഴിഞ്ഞ തവണ നമ്മൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെന്ന് അച്ചു വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അപ്പോൾ അച്ചുവിന് ഞാൻ കേക്കും ബണ്ണൊക്കെ കൊടുത്തെങ്കിൽ അച്ചു ബണ്ണ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചായയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മോളിൽ കൊണ്ടുപോയി കാണിച്ച് പെയിൻറ്റിങ് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ചപ്പോൾ അച്ചുവായിട്ട് കുറേ അധികം നേരം അങ്ങനെ സംസാരിച്ച്. അപ്പോൾ അച്ചു പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മളുടെ ഇവിടുത്തെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അച്ചുവിന് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഒന്നും അച്ചുവിന് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ദൂരം അങ്ങനെയൊക്കെ. പിന്നെ അച്ചുവിന് ഒരുപാട് പണിയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ വിട്ട് കളഞ്ഞ് അങ്ങനെ അതൊക്കെ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പണികളെന്ന് വെച്ചാൽ പെയിൻറ്റിങ് പണി കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ അച്ചു പറഞ്ഞിട്ടാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു പുള്ളി.
അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയൊന്നും ഒതുങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് വന്ന് ഫെബ്രുവരിയിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്, നടപ്പ് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണല്ലോ, അപ്പോൾ മുടക്കണ്ടല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ പുറത്ത് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടപ്പും കഴിഞ്ഞ് ഞാൻ ദേ അകത്ത് കയറി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റയൻ ദേ നമ്മളന്ന് പെല്ലവാണയത്തിൽ നിന്ന് മേടിച്ച ആ സാധനം പോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. ആ ഒരെണ്ണം എടുക്ക്. പൊടിയാണോ? പീസസ് അല്ലേ? ആ പീസസ് ആണ്. തീപ്പെട്ടി എടുത്തല്ല. കൊച്ചു മണക്കണ്ടമ്മ, കൊച്ചിന് തിന്നാനുള്ളതല്ലപ്പാ, കുഞ്ഞിനല്ലത്. അത്തമ്മോ അത് കുഞ്ഞിനല്ല, കുഞ്ഞിന് പറ്റിയ സാധനമല്ല അത്. എവിടെ 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 വെറുതെ ഒന്ന് കത്തിച്ച് വെച്ച് ഇങ്ങോട്ട് വന്നേ റൂബി. അല്ല നീയേ അത് മുഴുവൻ ഇട്ടില്ലേപ്പാ? ആ പൊടിക്കണ്ട അത് കത്തിക്കും പുകയണേ. അപ്പം നമ്മുടെ റൂബിക്കഞ്ഞ് വിചാരിച്ച് ഈ പാത്രത്തിൽ എന്തോ അവൾക്കാണ് കൊണ്ടുവന്നേക്കണത്, കാരണം അവൾക്ക് പറ്റിയൊരു പാത്രത്തിൻ്റെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് അവൾ വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ എപ്പോഴും പണ്ടേ പോക്കണതാണ്. ഇതെന്ത് സാമ്പ്രാണി അങ്ങനെ എന്തോ സാധനമല്ലേ ഇത്. ഇവിടെ ഞാൻ അങ്ങനെ പോക്കാറില്ല, കാരണം ശ്വാസതടസ്സം ഇങ്ങനെ ഒരു റയനൊക്കെ എപ്പോഴും അലർജിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പോക്കാറില്ല. പക്ഷേ ഇത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞപ്പോൾ റയൻ അപ്പം തന്നെ വേണം. റയനാണിത് മേടിച്ചത്. റയന് പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മേടിക്കാത്തതും. പക്ഷേ അവൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്, അതിൻ്റെ മണം ഭയങ്കര ഒരു സുഖമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കത്തിക്കണേന് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കണേണ് റയന്. ഇപ്പോൾ എല്ലാ ദിവസവും റയനാണ് ഇത് കത്തിക്കണത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നമ്മളുടെ വീട്ടിലിങ്ങനെ ഉള്ളത് കത്തിക്കാതെ എപ്പോഴും റൂം ഫ്രഷറൊക്കെ അല്ലേ അടിക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഇതിൻ്റെ ഒരു സ്മെല്ലും രണ്ടും രണ്ടാണ്. ഇതൊരു സ്വതന്ത്രമായ ഒരു സ്മെല്ല് പോലെ തോന്നില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചന്ദനത്തിരി പോലെയല്ല ഇത്, സാമ്പ്രാണിയുടെ വേറൊരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കത്തിച്ച് വെച്ച് കുറച്ച് നേരം അത് റൂമിൻ്റെ അകത്തൊക്കെ കൊണ്ട് വെച്ച് എല്ലാ റൂമിലും ഇതിൻ്റെ സ്മെല്ലായി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കുറേ കാര്യങ്ങളെല്ലാം ഒന്ന് കുളിച്ച് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഡയറി എഴുത്തണ്ടല്ലോ, അപ്പോൾ ആ ഡയറിയൊക്കെ ഒന്ന് എഴുതി വെച്ച്. നല്ലതാണ് കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയാൽ ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ നമ്മളുടെ മക്കളെ മിസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സാധനമാണ് കുട്ടികളുടെ ആദ്യം കട്ട് ചെയ്ത മുടി 3 പേരുടെ. ഇത് പണ്ടേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടവർക്കറിയാം. അപ്പോൾ അത് പേര് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തൊന്ന് നോക്കും, കാരണം കുട്ടികളെയൊക്കെ എനിക്ക് നല്ലതായിട്ട് മിസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കണതാണ്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയിലുണ്ടായ മുടിയാണത്. അത് വയറിനകത്ത് രൂപം കൊണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ വാല്യുബിളായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്. ചിലവർക്കിത് പേടിയുണ്ടാകും, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല. എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് സന്തോഷമാണ്. ഇത് കാണുമ്പോൾ ആ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേരിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്